ലഹരിയും അക്രമങ്ങളും അവസാനിപ്പിക്കാൻ വയനാടൻ ചുരത്തിൽ കുരിശിന്റെ വഴി നടത്തി. മുൻ MLA റോസക്കുട്ടി ലഹരിക്കെതിരെയുള്ള സന്ദേശം നൽകി. അടിവാരം ഗസ്സമേൻ ഗ്രോട്ടോയിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴിയിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അടിവാരം ഗത്സമേൻ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ലഹരി ഉപയോഗം അവസാനിക്കുവാനും നല്ലൊരു ഭാവി സമൂഹം ഉണ്ടാകുവാനും വയനാടൻ ചുരത്തിൽ കുരിശിന്റെ വഴി നടത്തി. ശ്രീമതി റോസക്കുട്ടി ടീച്ചർ നൽകിയ സന്ദേശത്തിൽ സമൂഹത്തിൽ മാരക വിപത്തായി മാറിയ ലഹരി ഉപയോഗം നിയന്ത്രിക്കുവാൻ അധികാരികളുടെ പരിശ്രമം മാത്രം പോരാ, ഇതിന് അടിമകളായവർക്കും വിതരണം ചെയ്യുന്നവർക്കും യഥാർത്ഥ മാനസാന്തരവും വിടുതലും ഉണ്ടാകുവാൻ കുരിശിന്റെ വഴി പ്രാർത്ഥനകൾ മൂലം സാധ്യമാകട്ടെ എന്ന് മുഖ്യ സന്ദേശത്തിലൂടെ പറഞ്ഞു. സിസ്റ്റർമാർ ഉൾപ്പെടെ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. അടിവാരം ഗത്സമേൻ ഗ്രോട്ടോയിൽ നിന്നും ആരംഭിച്ച 15 കിലോമീറ്റർ ദൈർഘ്യമുള്ള കുരിശിന്റെ വഴി ലക്കിടി മൗണ്ട് സീനായ് ദേവാലയത്തിൽ സമാപിച്ചു. ഫാദർ തോമസ് തുണ്ടത്തിൽ, CMI ഫാദർ ജോസ് ചിറക്കണ്ടത്തിൽ, ശ്രീ കുട്ടിച്ചൻ കീപ്പുറം, ശ്രീമതി ടിൻഡു ജേക്കബ്, C ജീന തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.